എല്ലാവർക്കും PSC ഹെൽപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയത്തെ അവസാന ലിസ്റ്റിന്റെ നില പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിലെ അവസാന റാങ്ക് പോയിരിക്കുന്നത് 158 ആണ്. അതുപോലെ EBTയിൽ 216 വരെ മെയിൻ ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട്. SC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 4 അവസാനമായി പോയിരിക്കുന്നത്. ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 3, മുസ്ലിം 189, LC 251, OBC സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും 2 വരെ പോയിട്ടുണ്ട്. വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ നിന്നും 164, SIUC നാടാർ 201 വരെ പോയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ നിന്നും. ഹിന്ദു നാടാർ എല്ലാം സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ നിന്നും എല്ലാവരെയും എടുത്തിട്ടുണ്ട്. SCCI 135 വിത്തിൻ ഓപ്പൺ കാറ്റഗറി, കാരണം കൂടുതൽ ആൾക്കാർ ഇല്ല എന്ന് തോന്നുന്നു. ധീവര 185, പിന്നെ DA ഈ 3 LPയിൽ ഉണ്ടായിരുന്നില്ല, HIയിലും ആളില്ലായിരുന്നു. LV LD മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിന്റെ അവസാന അഡ്വൈസ് ലിസ്റ്റ് പോയപ്പോഴുള്ള സ്റ്റാറ്റസ്. കോട്ടയം ജില്ലയിലെ അവസാനത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും അവസാനമായി പോയ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. 5/6/2025 ഈ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് പോയിരിക്കുന്നത്. ഇത് പ്രകാരം അവസാന റൊട്ടേഷൻ വന്നിരിക്കുന്നത് 7 OC ആണ്. അതായത് 7 നമ്മുടെ റൊട്ടേഷനിൽ അവസാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8-ലായിരിക്കും. അതുപോലെ തന്നെ ഈ ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ഇതിൽ NJD ഒന്നും തന്നെ പെൻഡിങ് ഇല്ല. അതുപോലെ തന്നെ ഉള്ളത് 42 NCA ആണ്. SCC ഓരോ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്ന NCAകളാണ്. പക്ഷെ ഈ NCAകളെല്ലാം തന്നെ 2004 മുതൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കാര്യമായ മാറ്റം പുതിയ ലിസ്റ്റിൽ സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ ആകെ സംഭവിക്കാൻ സാധ്യതയുള്ള 2 SC, ST, NCA, SC ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന റൊട്ടേഷനിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല. അതുപോലെ TPOകളൊന്നും തന്നെ പെൻഡിങ് ഇല്ല. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഈ റൊട്ടേഷൻ ചാർട്ട് കൃത്യമായ ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ലിസ്റ്റ് അല്ല. കാരണം ഇത് നമ്മൾ കമ്പ്യൂട്ടർ ജനറേറ്റഡ് റൊട്ടേഷൻ ചാർട്ടാണ്. അതുപോലെ ഇതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും NCA ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓപ്പൺ കാറ്റഗറിക്ക് 50% ഓരോ അഡ്വൈസ് കൊടുക്കുമ്പോഴും വേണമെന്നുള്ളത് ഒരു നിബന്ധനയാണ്. അപ്പോൾ ഓരോ അഡ്വൈസിലും എത്രത്തോളം ആൾക്കാർ ഉൾപ്പെടുത്തുന്നതിനനുസരിച്ച് ഈ ഓർഡറുകൾ മാറാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ ഓർഡറുകൾ മാറും. ഉദാഹരണത്തിന്, ഇപ്പോൾ 9 പേരുള്ള ഒരു അഡ്വൈസ് ആണ് ആദ്യമായി പോകുന്നതെങ്കിൽ അതിൽ 5 പേരും ഓപ്പൺ കാറ്റഗറിയിൽ നിന്നാവണമെന്ന് നിർബന്ധമാണ്. അങ്ങനെയല്ല, റൊട്ടേഷൻ പ്രകാരം അങ്ങനെയല്ലെങ്കിൽ അവിടെയുള്ള റിസർവേഷൻ കാറ്റഗറി ഓപ്പൺ കാറ്റഗറി ആയിട്ട് മാറ്റും. റിസർവേഷൻ കാറ്റഗറി ഉള്ളത് TPOയിലേക്കും നെക്സ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും ആളെ എടുത്ത് അത് 50% നിർബന്ധമായി ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് PSC ഈ റൊട്ടേഷനുകൾ തയ്യാറാക്കുന്നത്. ആ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. അത് പക്ഷെ നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല, ഓരോ അഡ്വൈസിനും എത്രത്തോളം ആൾക്കാരാണ് ഉൾപ്പെടുത്തുന്നത്. ഏതായാലും നമുക്ക് റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം. ഈ റൊട്ടേഷൻ ചാർട്ടിൽ ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമുള്ള നിങ്ങളുടെ റാങ്ക് ആണ്. അത് ഏത് റൊട്ടേഷൻ പ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമതായി കൊടുത്തിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ നിന്നാണോ സപ്ലി ലിസ്റ്റിൽ നിന്നാണോ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ലിസ്റ്റിൽ നിന്നാണെങ്കിൽ അത് ഇങ്ങനെയും, സപ്ലൈയിൽ നിന്നാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 4ാമത്തെ കോളത്തിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിങ്ങളുടെ റാങ്ക് ആണ്. 5ാമത്തേത് കാസ്റ്റ്, 6ാമത്തെ ഡേറ്റ് ഓഫ് ബർത്ത്, 7 പേര്, 8 റാങ്ക് ലിസ്റ്റിലുള്ള സീരിയൽ നമ്പറാണ്. നമുക്ക് ഓരോ റാങ്ക് പരിശോധിക്കാം. ഇതുപോലെ തന്നെ DA റിസർവേഷൻ ആണെങ്കിൽ നമ്മളിവിടെ പ്രത്യേകം യെല്ലോ കളറായിട്ട് കാണിച്ചിട്ടുണ്ട്.
ഈ രീതിയിലാണ് നമ്മൾ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിൽ നിന്നുള്ള എല്ലാവരെയും എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നും എത്രത്തോളം വരും എന്നുള്ളതാണ്. മെയിൻ ലിസ്റ്റിൽ നിന്നും മുഴുവൻ ആളുകളെയും എടുക്കുമ്പോൾ നമ്മൾ 243 ഒഴിവുകൾ വരികയാണെങ്കിൽ മെയിൻ ലിസ്റ്റിലെ എല്ലാവർക്കും ജോലി കിട്ടും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് ഭയങ്കര സമയമെടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു റൊട്ടേഷൻ ചാർട്ടാണ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.